വെൽക്കം ടു ദ ന്യൂ വീഡിയോ. ഇന്നത്തേത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. വീഡിയോ കണ്ടോക്കുക. ഇതിൽ 2 ചട്നിയുടെ റെസിപ്പിയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും വീഡിയോ കണ്ടോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമ്മൾ അരി, ഉഴുന്ന്, ചെറുപയർ, ഉലുവ ഇത് 4ഉം കൂടെ നമ്മൾ 5-6 മണിക്കൂർ കുതിർത്തെടുക്കണം. ഞാനിവിടെ 3 കപ്പ് അരി, 1 കപ്പ് ചെറുപയർ, 1 കപ്പ് ഉഴുന്ന്, 1 ടീസ്പൂൺ ഉലുവ ഇതാണ് എടുത്തിട്ടുള്ളത്. ഇത് 5-6 മണിക്കൂർ കുതിർത്തെടുക്കുക. ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് കുതിർത്തെടുത്തത്. ഇത് ഒന്നിച്ചിട്ടിട്ട് കുതിർത്തെടുക്കുക, കുഴപ്പമില്ല. എന്നിട്ട് ഇത് 3ഉം 3/4 കപ്പ് ചോറും കൂടിയിട്ട് നന്നായിട്ട് തന്നെ മിക്സിയിൽ അരച്ചെടുക്കുക. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ കൈ വെച്ചിട്ട് തന്നെ നന്നായി മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. കാര്യം പെർഫെക്റ്റായിട്ട് ഫെർമെൻ്റായിട്ട് വരാൻ കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്താലാണ് അതിൻ്റെ പെർഫെക്റ്റിൽ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും അതന്നെ ശ്രദ്ധിച്ചിട്ട് അതുപോലെ ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഓവർനൈറ്റ് വെക്കുക. അടച്ച് വെച്ചിട്ട് ഓവർനൈറ്റ് വെക്കുക. എന്നിട്ട് അതിലേക്ക് ഇപ്പോൾ പിറ്റേ ദിവസം ഞാൻ ചട്നിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ആദ്യം ഒരു ഉള്ളി കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ തക്കാളി ഒരു വലുത് അതും എടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി, 5-6 വറ്റൽമുളക്, 3-4 വെളുത്തുള്ളി, പിന്നെ കുറച്ച് പൊട്ടുകടല, അതുപോലെ തന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ആദ്യം പൊട്ടുകടല, ഇഞ്ചി, വെളുത്തുള്ളി, വറ്റൽമുളക് ചേർത്തിട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ പച്ച ടേസ്റ്റ് എല്ലാം മാറുന്നവരെ മൂപ്പിച്ചെടുക്കണം. അത് വെളുത്തുള്ളിയെല്ലാം നന്നായി വാടി, ഇഞ്ചിയെല്ലാം നന്നായിട്ട് വാടി വരുന്നവരെ മൂപ്പിക്കണം. അതുപോലെ തന്നെ വറ്റൽമുളക് നന്നായിട്ട് തന്നെ മൂത്ത് വരണം. പിന്നെ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും ചേർത്ത് കൊടുക്കുക. ഉള്ളി ഇതുപോലെ തന്നെ നന്നായിട്ട് തന്നെ വാട്ടിയെടുക്കുക. കളർ മാറിപ്പോണ്ട, നല്ല ബ്രൗൺ കളർ ആവണ്ട, നന്നായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നവരെ വഴറ്റി കൊടുക്കുക. എന്നിട്ട് അത് നന്നായി വഴന്ന് വരുമ്പോൾ അതിലേക്ക് തക്കാളിയും ചേർത്ത് കൊടുക്കുക. തക്കാളിയും ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കുക. തക്കാളി നന്നായി വെന്ത് ഉടഞ്ഞ് വരുന്നവരെ വഴറ്റി കൊടുക്കണം. അടച്ച് വെച്ച് വേവിച്ചാലും മതി. എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ടാ. അത് ചേർത്ത് കൊടുക്കുന്നത് സ്കിപ്പായിപ്പോയി. എന്നിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക. പിന്നെ ഇത് വഴറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതിലേക്ക് താളിച്ചൊഴിക്കുക. കടുകും കറിവേപ്പിലയും മല്ലിയിലയും ചേർത്തിട്ട് താളിച്ചൊഴിക്കുക. അപ്പോൾ വറ്റൽമുളക് വേണ്ടവർ അതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെഡ് ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി അതൊരു സൈഡിലേക്ക് മാറ്റിയേക്കുക. അടുത്തത് ഒരു ഗ്രീൻ ചട്നിയാണ്. അത് എങ്ങനെ ഉണ്ടാക്കുക നോക്കുക. അതിനായിട്ട് 1/2 മുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പൊട്ടുകടല, അതുപോലെ തന്നെ 3-4 ചുവന്നുള്ളി, ഒരു പീസ് ഇഞ്ചി, ഒരു 5-6 പച്ചമുളക്. ഈ പച്ചമുളകിന് പകരം നിങ്ങൾക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഗ്രീൻ ഉള്ളത് റെഡ് ആവുമെന്ന് മാത്രമേ ഉള്ളൂ, കുഴപ്പമില്ല. പിന്നെ കുറച്ചധികം മല്ലിയില, കറിവേപ്പില ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ബ്ലെൻഡറിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. നല്ല പേസ്റ്റ് ആക്കണ്ട, കുറച്ച് തരിതരിപ്പിൽ അരച്ചെടുക്കുക. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഓയിൽ ഒഴിക്കുക, ചൂടാക്കുക. കടുക്, വറ്റൽമുളക്, കറിവേപ്പില ചേർത്ത് പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫാക്കുക. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം വേണം തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിന് പുളി വേണമെങ്കിൽ, പുളിപ്പ് രസം വേണമെങ്കിൽ കുറച്ച് തൈര് ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ.
നമ്മളെ 2 ചമ്മന്തിയുടെ റെസിപ്പി കണ്ടല്ലോ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അതൊരു സൈഡിൽ ഇരിക്കട്ടെ. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് തന്നെ ഫെർമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതേ കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഓവർ ലൂസും പാടില്ല, ഓവർ തിക്കും പാടില്ല. അങ്ങനെ ദോശ ബാറ്റർ എല്ലാവർക്കും അറിയുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിൻ്റെ തിക്നെസ്സും എല്ലാം അറിയുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ദോശപ്പാന് ചൂടാക്കിയിട്ട് ഓരോ തവി മാവ് ഒഴിച്ചിട്ട് ചുറ്റിച്ചെടുക്കുക. നല്ല തിന്നായിട്ട് തന്നെ ചുറ്റിച്ചെടുക്കാൻ നോക്കുക. അധികം കട്ടിയിലൊന്നും വേണ്ട, എന്നാലാണ് നന്നായിട്ട് നല്ല മൊരിഞ്ഞ് വരുള്ളൂ. അപ്പോൾ അതൊന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ ഗീ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കുക. എന്തായാലും കുഴപ്പമില്ല. ഗീ ആവുമ്പോൾ ഒന്നും കൂടെ നല്ല ടേസ്റ്റിൽ നന്നായി കിട്ടും, നല്ല മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മളെ ദോശ റെഡി ആയിട്ടുണ്ട്. ഇത് ഒന്നും കൂടിയും വേണമെങ്കിൽ മൊരിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഇതിൽ ചേർക്കുന്ന ചെറുപയറിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടിയെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. കുട്ടികൾ ചെറുപയറൊന്നും അങ്ങനെ കഴിക്കില്ലല്ലോ. അപ്പോൾ ഇതുപോലൊക്കെ ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർ അറിയാതെ തന്നെ അതൊക്കെ കഴിക്കുകയും ചെയ്യും. ടേസ്റ്റിലൊന്നും വലിയ മാറ്റമൊന്നുമില്ല, സാധാരണ ദോശ പോലെ തന്നെ, ഉഴുന്ന് ദോശ പോലെ തന്നെ ഉള്ള ടേസ്റ്റ് തന്നെ ഉള്ളൂ. കൂട്ടിയെടുത്താൽ ചിലപ്പോൾ കുറച്ച് ടേസ്റ്റിൽ മാറ്റം വരും. എന്നാലും ഹെൽത്തി ആയിട്ടുള്ള ദോശ റെസിപ്പിയാണ്. അതുപോലെ തന്നെ ചമ്മന്തിയും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സൗണ്ട് കേട്ടില്ലേ? അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല മൊരുമൊരാന്നിരിക്കുന്ന ദോശ റെസിപ്പിയാണ്. ഈ കോംബോ ഇഷ്ടമുള്ളവർ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. വീഡിയോ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച് വാച്ചിങ്. ബൈ.